ബഹിരാകാശം. എന്താണ് ബഹിരാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അപ്പുറത്തുള്ള അല്ലെ, ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ഒരു ശൂന്യ പ്രദേശമാണ് എന്ത്, ബഹിരാകാശം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് മുകളിലേക്കാണ് ബഹിരാകാശമായിട്ട് കണക്കാക്കുന്നത്. അതിലൊരു അതിർത്തി രേഖയുണ്ട് അല്ലെ, ഈ ഒരു ഭൂമിയും അന്തരീക്ഷവും തമ്മിൽ ഒരു അതിർത്തി രേഖയുണ്ട്. ആ അതിർത്തി രേഖയുടെ പേര് എന്താണെന്ന് അറിയാമോ? കാർമൽ ലൈൻ എന്നാണ് ആ അതിർത്തി രേഖയുടെ പേര്. അതൊരു സാങ്കല്പിക അതിർത്തി രേഖയാണ് കേട്ടോ. അതായത് ഭൂമിയിൽ ഒരു രാജ്യത്തിന്റെയും സ്വന്തമല്ലാത്ത ഒരു പ്രദേശമാണ് എന്ത്, ഈ ബഹിരാകാശം എന്ന് പറയുന്നത്. ഔട്ടർ സ്പേസ് ട്രീറ്റി കേട്ടിട്ടുണ്ടോ? അതൊരു ഉടമ്പടിയാണ് അല്ലെ, ബഹിരാകാശ ഉടമ്പടിയാണ്. 1967 അമേരിക്കയും ബ്രിട്ടനും റഷ്യയും ചേർന്നുണ്ടാക്കിയ ഒരു ബഹിരാകാശ ഉടമ്പടിയാണ്. ഈ ഒരു ഉടമ്പടിയിൽ, അതായത് ഈ ഒരു ബഹിരാകാശ ഉടമ്പടിയിൽ ഇന്ത്യ ഉൾപ്പെടെ 100 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യ മലയാളി ആരാണ്? അനിൽ മേനോനാണ്. അപ്പോൾ രാകേഷ് ശർമ്മ മുതൽ അനിൽ മേനോൻ വരെ ടോട്ടൽ 10 പേരാണ് ബഹിരാകാശ സന്ദർശനം നടത്തിയിട്ടുള്ള ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർ.